പ്രാർത്ഥിക്കുക. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിക്കുവാൻ പോകുകയാണ്. God needs someone from the church. അനുഗമിക്കുക കർത്താവിനെ. കർത്താവിന്റെ കയ്യിൽ ഇണങ്ങിയ ഒരായുധമായി, ഉപയോഗമുള്ള ഒരായുധമായി ദൈവരാജ്യത്തിന്റെ പണിക്ക് പ്രയോജനമുള്ള ഒന്നാക്കി മാറ്റും. അവന് വേണ്ടി ജ്വലിക്കുവാൻ, ത്യാഗം ഏറ്റെടുക്കുവാൻ, ദൗത്യം നിർവഹിപ്പാൻ കൃപാവരങ്ങൾ ചിലരിൽ ജ്വലിക്കുവാൻ പോകുകയാണ്. ത്യാഗം ഏറ്റെടുക്കട്ടെ. സകല ജനത്തെ കാണുന്ന കണ്ണു വരട്ടെ. ഇതുവരെക്ക് നീ കണ്ടിട്ടില്ലാത്ത ചിലത് നീ കാണും, അനുഭവിക്കും. ദൈവം ചിലരെ തിരഞ്ഞെടുക്കുവാൻ പോകുകയാണ്. അന്വേഷിച്ചു വരുന്ന ദിവസമാണ്. പ്രശ്നത്തിന്റെ പരിഹാരത്തിന് ഈ ദൈവ മനുഷ്യന്റെ അടുക്കൽ പോയാൽ മതിയെന്ന് ദേശം അറിയും. അങ്ങനെ ഒരു നാള് വരാൻ പറയാം. ഒരുക്ക നാളുകളായി, മുട്ടുകുത്തി കരയുന്ന നാളുകളായി, കൃപാവരങ്ങൾ പ്രാപിക്കുന്ന നാളുകളായി. യേശുവിന്റെ നാമം നിങ്ങളിലൂടെ ഉയരട്ടെ. കർത്താവിന് വേണ്ടി എന്നാലാവോളം ത്യാഗം സഹിക്കുവാൻ, കർത്താവിന് വേണ്ടി എന്നാലാവോളം പ്രവർത്തിക്കുവാൻ എന്നെ തന്നെ ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. But it is amazing, it's miracle. I can't explain, it's just I just can't. IAG UK 6th നാഷണൽ കോൺഫറൻസിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഒരു വിശേഷമായ ഉണർവയക്കുമെന്ന്. ദൈവവചനം കേൾക്കുവാൻ താല്പര്യമുള്ള കുറേ പേരാണ് വന്നത്. ദൈവത്തിൻ്റെ വചനം അവർ കേട്ടപ്പോൾ ദൈവസന്നിധിയിൽ അവർ സമർപ്പിക്കുവാനിടയായി. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ചില പട്ടണങ്ങളുടെ ഉണർവിന് ഇവരെ ഉപയോഗിക്കും. ചിലരെ മുദ്രമോതിരമായി അധികാരത്തിൻ്റെ ശുശ്രൂഷ പകരും. ചിലർ കർത്താവിന് വേണ്ടി ദേശത്തിലെ ദൈവ മനുഷ്യന്മാരാക്കി ദൈവം അവരെ ഉയർത്തും. പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലരെ പട്ടണത്തിലെ ദൈവ മനുഷ്യന്മാരായി ദൈവം ഉയർത്തുവാൻ പോകുകയാണ്. പട്ടണത്തിലെ വിവിധ ജാതികളിൽപ്പെട്ടവരായാലും നിന്നെ അന്വേഷിച്ചു വരുന്ന ദിവസം അടുത്തു. പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലരെ മുദ്രമോതിരമായി ദൈവം എടുക്കാൻ പോകുകയാണ്. രാജാവിന്റെ അധികാരം, രാജമുദ്ര, പ്രകൃതിയുടെ മേൽ പോൽ അധികാരം പകർന്ന്, ശക്തി പകർന്ന് ദൈവം ചിലരെ ഉപയോഗിക്കുവാൻ. അടിയനിതാ എന്ന് പറയുവാൻ, അടിയനിതാ എന്ന് പറയുവാൻ തയ്യാറുണ്ടോ? അതെ, നിശ്ചയമായും ഞാൻ ശരിക്കും ഒരു ആത്മാവിൻ്റെ ശക്തി ഉണർന്നു, ഒരു ആത്മപകർച്ച ഉണർന്നു. സ്തോത്രം. ഇത് നിലനിൽക്കുന്ന ഒരു ആത്മപകർച്ചയായിട്ടാണ് അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം, ഈ കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും അത് അനുഗ്രഹമെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ ഈ നേരത്തെ കേട്ടതുപോലെ ഉണർവ് ആരംഭിച്ച ഒരു സ്ഥലമാണ് വെയിൽസ്. എന്നാൽ ഇവിടെ ഒരു പുത്തൻ ഉണർവിന് വഴിതെളിക്കുന്ന ഒരു കോൺഫറൻസായി ഈ കോൺഫറൻസ് ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. അതിനുവേണ്ടി സമർപ്പിച്ച എല്ലാവരും ശരിയായി പ്രാർത്ഥിച്ച് മുന്നേറുമ്പോൾ അത് പ്രത്യക്ഷമായി നമുക്ക് കാണുവാൻ കഴിയും. ദൈവം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കോൺഫറൻസ് ചരിത്ര പ്രാധാന്യമുള്ളതായി ദൈവം ആക്കിയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സഹകരിച്ച നിങ്ങൾക്ക് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.